ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് അമ്പൂട്ടി വ്ളോഗ്. ഇതാണ് അമ്പൂട്ടി. അമ്പൂട്ടി നിക് നെയിമാണ് അമ്പൂട്ടി എന്ന്, റിയൽ നെയിം നൈഹാരിക. ഞങ്ങളിപ്പോൾ ഉള്ള ലണ്ടനിലാണ്. അപ്പോൾ ഈ ചാനൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലണ്ടനിലെ വിശേഷങ്ങളും അമ്പൂട്ടിയുടെ വിശേഷങ്ങളും പിന്നെ കുറച്ച് കിഡ്സ് വ്ളോഗിങ്, കുക്കിങ്, ട്രാവൽ വ്ളോഗിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 2 minutes വാക്കിംഗ് ഡിസ്റ്റൻസിലൊരു പാർക്കുണ്ട്, എൽഫോർഡ് പാർക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്പ്രിംഗ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മരങ്ങളിലൊക്കെ പൂക്കിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം 12 ഡിഗ്രി അങ്ങനെയൊക്കെ ഉള്ളൂ. അമ്പൂട്ടി ആ പ്രാവിനെല്ലാം ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഈസ്റ്ററിൻ്റെ വെക്കേഷനാണ്. ഇനി April 15 ഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈവനിങ് ടൈം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുട്ടികളായിട്ട് പാർക്കിലൊക്കെ ഇറങ്ങും. അപ്പോൾ അമ്പൂട്ടി ഇപ്പോൾ ഡെയിലി വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇതുപോലെ പാർക്കിന് പോകുമ്പോൾ പ്രാവിനെ പിടിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലിപ്പോൾ അവൾക്ക് സെയിം തുമ്പപ്പൂ പോലത്തെ ഒരു പൂവുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അതെങ്ങനെ പിച്ചിക്കൊണ്ടിരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വീണ്ടും പ്രാവിനെ കണ്ട് അവൾ അതിന് വീണ്ടും ഓടിക്കുകയാണ് പിടിക്കാനായിട്ട്. പക്ഷെ അത് വീണ്ടും കിട്ടിയില്ല. അങ്ങനെ പതുക്കെ പാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. എന്നും ഇവിടെ കുറച്ച് മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവൾക്ക്. ഇന്നിപ്പോൾ ആരും കണ്ടിട്ടില്ല, ഇന്നിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ജാക്കറ്റൊക്കെ ഊരി കളഞ്ഞു, ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവൾക്ക് ജാക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ജാക്കറ്റെല്ലാം ഊരിയിട്ട് കളിക്കാനായിട്ട് കയറണം. സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം റൈഡിലേക്ക് കളിച്ച ശേഷം ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞ് വയറും തടവി പോവുകയാണ്. ഞാൻ പിന്നെ കുറച്ച് സ്നാക്സ്, പോക്കറും സ്നാക്കും ലേസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ രാത്രി 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഇവിടെ സൺസെറ്റൊക്കെ ആവത്തുള്ളൂ. അത് ഇപ്പോൾ ഇനി അങ്ങോട്ടൊരു 3-4 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ വൈകിട്ട് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. പക്ഷെ ജാക്കറ്റ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കലിപ്പാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു മരത്തിൽ നല്ല വെള്ളപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. ഇവിടെ അമ്പൂട്ടീൻ്റെ അമ്മു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ റൂംമേറ്റാണ് അമ്മു സ്റ്റുഡൻ്റാണ് അവിടെ. അങ്ങനെ അവളും അമ്മയും കൂടെ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇതിവിടുത്തെ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ്. നല്ല ഭംഗിയുണ്ട്. തലയിലും ഫുള്ളും നല്ല വെള്ള കളറുള്ള പൂക്കളുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ മരത്തിലൊക്കെ നല്ല പിങ്ക് കളർ പൂവൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. നല്ല പ്ലാസ്റ്റിക് പൂ പോലെ ഉണ്ട്. ഇനി അമ്പൂട്ടി കുറച്ച് അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ വരുന്നവർക്ക് ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അമ്പൂട്ടി കണ്ടു,
കണ്ടു. അപ്പോൾ തന്നെ അവൾക്ക് വേണമെന്നും പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മേടിച്ചു കൊടുത്താൽ തൊണ്ടവേദനയും പനിയൊക്കെ വരുന്നുണ്ട്. എന്താ ഇവിടെ പിണങ്ങി നിൽക്കുകയാണ് മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട്, വരുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ മുട്ടയുടെ ഓട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.